ഇന്നത്തെ വീഡിയോയില് ഒരു മകളുടെ സ്റ്റോറിയാണ്. എൻ്റെ അമ്മയുടെ പാൻക്രിയാറ്റിക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തത് മുതൽ ഉള്ള ഒരു സ്റ്റോറി. ക്യാൻസറിൻ്റെ അവയർനെസ്സിനെ കുറിച്ച് പബ്ലിക്കിന് പ്രസന്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയത്. ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാന്ന് വെച്ചാൽ 2025 ഓഗസ്റ്റിൽ എൻ്റെ അമ്മയുടെ ആരോഗ്യത്തിൽ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ശ്രദ്ധേയമായ മാറ്റമുണ്ടായി. മോസ്റ്റ്ലി വിശപ്പ് കുറഞ്ഞു, മലമൂത്ര വിസർജനത്തിന് മടുപ്പ് അനുഭവപ്പെട്ടു. അതുകൂടാതെ പ്രോഗ്രസീവായിട്ട് ക്ഷീണം തോന്നി. ഇത് നമുക്ക് യൂഷ്വലായിട്ട് ഒരു 74 വയസ്സുള്ള ഒരു സ്ത്രീക്ക്, ഒരു പുരുഷനോ ഉണ്ടാകാവുന്ന സിംറ്റം ആയതുകൊണ്ട് നമ്മളത് ചെറിയ പ്രശ്നമായിട്ട് എടുത്തു. വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷെ 2 ദിവസമായിട്ടും ഒരു വ്യത്യാസവും വരാതെ വന്നപ്പോൾ നമ്മൾ അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു അബ്ഡോമിനൽ അൾട്രാസൗണ്ട് എടുത്തു ആദ്യം. കാരണം ഈ 3 കാരണങ്ങളും സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള, ആബ്ഡമൻ റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റം ആയതുകൊണ്ട് നമ്മൾ ആദ്യം അബ്ഡോമിനൽ അൾട്രാസൗണ്ട് എടുത്തു. അതിനുശേഷം സംശയാസ്പദമായ കണ്ടെത്തലുകൾ അതിൽ കണ്ടു. അതിനുശേഷം ഞങ്ങൾ CT സ്കാൻ, അബ്ഡോമിനൽ CT സ്കാൻ എടുത്തിട്ട് പാൻക്രിയാസ്, ലിവർ, ഗോൾ ബ്ലാഡർ, പിന്നെ ഇൻറ്റെസ്റ്റിൻ, അതിനെക്കുറിച്ചുള്ള പരിശോധനയ്ക്ക് വേണ്ടി നമ്മൾ ആ CT സ്കാൻ എടുത്തപ്പം പാൻക്രിയാറ്റിക് ക്യാൻസറിൻ്റെ സൈൻ കണ്ടിട്ട് അത് കരളിലേക്ക്, അതായത് ലിവറിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചു. ഇത് ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ചേഞ്ച് ഓഫ് ലൈഫാണ്. ഈ രോഗനിർണയം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് വ്യക്തിപരമായ ചേഞ്ചസും, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനും ശാരീരികവും മാനസികവുമായ ഒരു ചേഞ്ചിൻ്റെ തുടക്കമായിട്ട് മാറി. അതോടൊപ്പം തന്നെ നമുക്ക് പാൻക്രിയാറ്റിക് ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുവാനായിട്ട് ആദ്യ ലക്ഷണങ്ങളെ നേരത്തെ തിരിച്ചറിയുന്നതിൻ്റെ പ്രാധാന്യം ആളുകളിലേക്ക് എത്തിക്കണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം കൊണ്ടും ഞാനിത് തയ്യാറാക്കുന്നു. ആ ഡയഗ്നോസിസ് അറിഞ്ഞ നിമിഷം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത ഒരു മാറ്റം ഞങ്ങൾക്ക് സംഭവിച്ചു. കാരണം വ്യക്തമല്ലാത്ത ക്ഷീണത്തിനും വിശപ്പില്ലായ്മയ്ക്കും മറുപടി തേടിയിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ഗുരുതര രോഗത്തിൻ്റെ യാഥാർത്ഥ്യം ഞങ്ങൾക്ക് നേരിടേണ്ട സാഹചര്യമായി. ഈ രോഗനിർണയം നിരവധി ചോദ്യങ്ങളാലും വികാരങ്ങളാലും നിറഞ്ഞ ഒരു യാത്രയുടെ തുടക്കമായി. അതോടൊപ്പം ഈ രോഗത്തെ കൂടുതൽ മനസ്സിലാക്കാനും എൻ്റെ അമ്മയെ ഓരോ ഘട്ടത്തിലും പിന്തുണയ്ക്കാനും ഉറച്ച മനസ്സും അതിലൂടെ നേടുവാൻ കഴിഞ്ഞു. ഈ നിമിഷം നമ്മുടെ കുടുംബത്തിനൊരു വലിയ വഴിത്തിരിവായിട്ട് മാറിയ ഒരു സംഭവമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അനുഭവം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും പാൻക്രിയാറ്റിക് ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം ഉയർത്തുവാനും ഞങ്ങൾക്ക് പ്രബോധനം ലഭിച്ചത് കാരണം ഞാൻ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ആയതുകൊണ്ട്, ഓൺകോളജി എക്സ്പീരിയൻസും ഓൺകോളജിയിൽ വർക്ക് ചെയ്യുന്നതും ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവരിലേക്ക് ഇത് എത്രയും പ്രധാനമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതായിട്ട് ഞാൻ എടുത്തിട്ട് ഈ ഒരു യൂട്യൂബ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ പാൻക്രിയാസ് എന്താണ്, പാൻക്രിയാറ്റിക് ക്യാൻസർ ആദ്യം കണ്ടെത്തുന്നത് എന്തുകൊണ്ട് ബുദ്ധിമുട്ടാണ്, ശരീരത്തിൻ്റെ മാറ്റങ്ങളെ അവബോധം കൊണ്ട് എന്തുകൊണ്ട് അത്ര പ്രധാനമായിട്ട് നമ്മളത് ചിന്തിച്ചിട്ട് അത് ശ്രദ്ധ കൈവരിക്കണം. ഓരോ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ വരുമ്പോഴും അതിൻ്റെ ശരീരം നമ്മളെ അറിയിക്കുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് അല്ലെങ്കിൽ അവബോധം, ഇത് നമുക്ക് പ്രധാനമാണ്. നമ്മൾ പ്രായത്തിൻ്റെതാണ് എന്നൊക്കെ വിചാരിച്ച് നിസ്സാരമായി കളയരുത്. നമ്മൾ ചിന്തിക്കണം, ദീർഘകാലം നമുക്ക് ഒരേ സിംറ്റംസ് വന്നുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേറ്റീവായിട്ടുള്ള ഡിസീസ് പ്രോസസ്സ് നടക്കുന്നു എന്നാണ്. ഒരിക്കലും ആ ലക്ഷണങ്ങളെ നമ്മൾ അവഗണിക്കാൻ പാടില്ല. ഈ ഡയഗ്രാം നമുക്ക് പാൻക്രിയാസിൻ്റെ സ്ട്രക്ചറും അതിന് ചുറ്റും ഇരിക്കുന്ന ഓർഗൻസിനെയും കാണിക്കുന്നു. ഇതാണ് ഈ മഞ്ഞ കളറിലുള്ളതാണ് പാൻക്രിയാസ്. ഇതിൻ്റെ ഹെഡാണ് ഈ താഴെ ഇരിക്കുന്നത്. ഇത് നമ്മുടെ സ്റ്റൊമക്കുമായിട്ട്, കോമൺ ബൈൽ ഡക്റ്റുമായിട്ടും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഓർഗനാണ്. ഇതിൻ്റെ താഴെ കൂടെ പോകുന്ന ഈ പച്ച കളറിലുള്ളതാണ് ഗോൾ ബ്ലാഡറിൽ നിന്ന് വരുന്ന ബൈൽ ഡക്റ്റും അതിനെ പാൻക്രിയാസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഓർഗൻ. സാധാരണ പാൻക്രിയാറ്റിക് ക്യാൻസർ ഈ ഹെഡില
ഈ ചെയിനിലോ ആയിരിക്കും. വെരി റയർലി ഈ ബോഡിയിലായിരിക്കും. ഹെഡിലായി കഴിഞ്ഞാൽ അത് സർജറി ചെയ്ത് റിമൂവ് ചെയ്യാൻ ഒരുപാട് പ്രയാസം. കാരണം ഇതിൻ്റെ അടിയിൽ കൂടെ ഒരുപാട് ബ്ലഡ് വെസൽസ് പോകുന്നുണ്ട്, രക്തക്കുഴലുകൾ. ടെയിലിലാണെന്നുണ്ടെങ്കിൽ മറ്റ് ഓർഗൻസ് ഒന്നും പ്രശ്നമായിട്ട് വരുന്നില്ല, നമുക്ക് സർജറി ചെയ്ത് അത് ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഹെഡിൽ വരുന്ന ക്യാൻസർ വളരെ സീരിയസ് ആണെന്ന് അർത്ഥം. ഈ പരമ്പരയിലെ ആദ്യ എപ്പിസോഡ് പാൻക്രിയാസ് എന്ന അവയവത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ. എന്താണ് പാൻക്രിയാസ്? ദഹന പ്രക്രിയയിൽ സഹായിക്കുന്ന എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുകയും ഇൻസുലിൻ നിർമ്മിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ നില നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ഓർഗനാണ് പാൻക്രിയാസ്. പാൻക്രിയാറ്റിക് ക്യാൻസർ പലപ്പോഴും സൈലന്റ് ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ വളരെ സൂക്ഷ്മവും എളുപ്പത്തിൽ ശ്രദ്ധയിൽപ്പെടാത്തതുമാണ് ആദ്യമേ ഇത് കണ്ടുപിടിക്കാൻ പ്രയാസമായിട്ടുള്ളത്. ഈ എപ്പിസോഡിലൂടെ ഇതിന്റെ അവബോധം വർദ്ധിപ്പിക്കാനും ദീർഘകാലം തുടരുന്ന ലക്ഷണങ്ങളെ അവഗണിക്കരുതെന്ന് ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരെ ഓർപ്പിക്കാനും, നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ കാണുന്നവരിലേക്ക് ഇത് എത്തിക്കുവാനും, ഇത് നേരത്തെ കണ്ടുപിടിച്ച് നമുക്ക് നേരത്തെ ആ ട്രീറ്റ്മെന്റ് കൊടുക്കുവാനും ഒരുപക്ഷെ നമുക്ക് ആ ജീവൻ രക്ഷിക്കുവാനും സഹായമാകും. പാൻക്രിയാസ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഒരു അവയവമാണ്. ഇതിനെക്കുറിച്ച് ആരും മോസ്റ്റ്ലി നമുക്ക് ചിന്തിക്കാറില്ല. കാരണം ഇത് ഡൈജഷനും ദഹന പ്രക്രിയയ്ക്കും രക്തത്തിലെ പഞ്ചസാരയുടെ നില നിയന്ത്രിക്കുവാനായിട്ടാണ് പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്നത്. ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ആണ് ഇത് കൂടുതലും റിസ്ക് ആവുന്നത്. വയറിന്റെ താഴെ, അതായത് ആഴത്തിൽ വയറിന് പിന്നിലും സ്പൈനിലും മുന്നിലുമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ശരീരത്തിലെ ദഹനവും പഞ്ചസാരയുടെ അളവും ഒരേ ലെവലിൽ ബാലൻസ് ചെയ്ത് നിർത്താനാണ് ഈ പാൻക്രിയാസിന്റെ പ്രധാന ഫങ്ഷൻ. ഇതിങ്ങനെ മറഞ്ഞിരിക്കുന്നത് കാരണം നമുക്ക് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വരെ ഇതിന്റെ പ്രാധാന്യം പലർക്കും ഇത് മനസ്സിലാക്കാറില്ല. ഭക്ഷണം ദഹിക്കാൻ സഹായിക്കുന്നത് രണ്ട് എൻസൈമുകളാണ്. ഒന്ന് അമൈലേസ്, കാർബോഹൈഡ്രേറ്റുകൾ ദഹിക്കാനും, ലൈപേസ് എന്ന് പറയുമ്പോൾ കൊഴുപ്പ് ദഹിക്കാനും, പിന്നെ ട്രിപ്സിൻ, കീമോട്രിപ്സിൻ, അതുപോലുള്ള പ്രോട്ടിയേസുകൾ, അതായത് പ്രോട്ടീൻ ദഹിക്കാനും ഈ എൻസൈമുകൾ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിച്ച് ചെറുകുടലിലേക്ക് അയക്കുന്നു. ഈ എൻസൈമുകൾ ഇല്ലെങ്കിൽ ശരീരത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നിന്ന് പോഷകങ്ങൾ ശരിയായിട്ട് അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. അപ്പം പാൻക്രിയാറ്റിക് ഡിസീസ് ഉള്ളവർക്ക് നമ്മൾ ഈ എൻസൈമുകൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ക്രിയോൺ എന്ന് പറയുന്ന പാൻക്രിയേസ് എന്ന് പറയുന്ന ടാബ്ലറ്റ് വഴി കൊടുക്കാറുണ്ട്. ഇങ്ങനെ വരുമ്പം പോഷകക്കുറവ്, ശരീരഭാരം കുറയുക, ദഹന പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകും. സാധാരണ അമ്മയ്ക്ക് വന്ന സൈന് തുടർച്ചയായിട്ട് നെഞ്ചെരിവും ഏമ്പക്കവുമായിരുന്നു. അത് നമ്മൾ ആസിഡ് റിഫ്ലക്സ് ആണ്, നെഞ്ചെരിവിന്റെ അസുഖമാണെന്ന് കരുതി നമ്മൾ വർഷങ്ങളായിട്ട് ആസിഡ് റിഫ്ലക്സിന്റെ ഗുളികകളും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നു. കാരണം നമ്മൾ ആരും ചിന്തിക്കുന്നില്ല ഇത് അങ്ങനെ വലിയ ഒരു രോഗത്തിന്റെ ഭാഗമായിട്ടാണെന്ന്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണം കാരണം ഡയബറ്റിക് കൊണ്ടായിരിക്കും ഈ സിംറ്റംസ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചു. എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റ്, പാൻക്രിയാസിനുള്ളിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന ഒരു ചെറിയ കൂട്ടം കോശങ്ങളുണ്ട്. ഇതാണ് രക്തത്തിന്റെ പഞ്ചസാര നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ. ഇൻസുലിൻ രക്തത്തിൽ നിന്നും ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് പ്രവേശിക്കാൻ സഹായിച്ചതിന് ശേഷം പഞ്ചസാരയുടെ നില ബാലൻസ് ചെയ്യുന്നു. അതേസമയം ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന വേറൊരു പ്രോഡക്റ്റ് കരളിൽ ആണ് ഇതിന്റെ സംഭരിച്ചു വെച്ചിരിക്കുന്നത്. ആ ഗ്ലൂക്കോസിനെ പുറത്തു വിടാനായിട്ട് സഹായിച്ച് രക്തത്തിലെ പഞ്ചസാരയെ ബാലൻസ് ചെയ്യാൻ ഈ ഗ്ലൂക്കഗോണും സഹായിക്കുന്നു. അപ്പൊ ഈ കരളും പാൻക്രിയാസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും നോൺ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും. ഈ രണ്ട് ഹോർമോണുകൾ ഒരുമിച്ച് പ്രവർത്തിച്ച് ശരീരത്തിലെ പഞ്ചസാരയുടെ നില സമതുലിതമായി നിർത്തുന്നു. ഇത് ശരീരത്തിന് ആവശ്യമായ എനർജി അല്ലെങ്കിൽ ഊർജം, സമഗ്രമായ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻ്റ് റോള് വഹിക്കുന്നു. പാൻക്രിയാറ്റിക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാം ഓൾട്ടർ ആകും. ഭക്ഷണം കഴിക്കുവാനുള്ള ആകാംക്ഷ ഇല്ലാതാകും, വിശപ്പില്ലാതാകും. കഴിച്ചാൽ തന്നെ അത് ദഹിക്കാൻ ഒരുപാട് സമയം എടുക്കേണ്ടി വരും. അപ്പൊ ഈ എൻസൈമുകളുടെ പ്രവർത്തനം, ഉൽപാദനം ഇല്ലാതെ വരുമ്പോൾ ഈ ഇൻസുലിൻ്റെ നിലയും തെറ്റാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇൻസുലിനും ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് എടുക്കുന്ന മെഡിക്കേഷൻസും അഡ്ജസ്റ്റ് ചെയ്ത് വേണം കഴിക്കുവാൻ. പാൻക്രിയാറ്റിക് ക്യാൻസർ എപ്പോഴും നമ്മൾ ചിന്തിക്കും ലാസ്റ്റ് സ്റ്റേജിലാണ് അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ഈ സ്റ്റൊമക്കിന്റെയും ഇൻറ്റസ്റ്റിന്റെയും ഇടയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാരണം അത് പ്രത്യേകിച്ച് ആർക്കും ഒരു ബുദ്ധിമുട്ട് കൊടുക്കാറില്ല. അഥവാ ബുദ്ധിമുട്ട് കൊടുത്താലും നമ്മൾ അതിൻ്റെ രോഗമാണെന്ന് കണ്ടുപിടിക്കാറില്ല. അതിനാലാണ് പല സമയത്തും ഈ രോഗത്തെ നിശബ്ദ രോഗം എന്ന് വിളിക്കുന്നതും. ആദ്യ ലക്ഷണങ്ങൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാതെ നിസ്സാരമായിട്ട് തള്ളിക്കളയുകയും ചെയ്യും. സാധാരണ ദഹന പ്രശ്നങ്ങളായിട്ട് അതിനെ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യും. അതിനാലാണ് പല കേസുകളും രോഗം കൂടുതൽ ആം, ആം, കൂടുതൽ സ്റ്റേജിൽ വന്നതിന് ശേഷം കണ്ടുപിടിക്കുന്നത്. അമ്മയുടെ സിറ്റുവേഷനിലും അത് തന്നെയാണ് സംഭവിച്ചത്. അപ്പൊ ഇങ്ങനെ രോഗങ്ങൾ കണ്ടുപിടിച്ച് ഈ അസാധാരണമായ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിയുമ്പം നമുക്ക് പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാകും. പെട്ടെന്ന് വയറ്റുവേദന വരും. വയറിന്റെ ഇടതുവശത്തും വലതുവശത്തും അപ്പർ പാർട്ടില് വേദന വരും. പിന്നെ കണ്ണുകളിലും നമ്മുടെ സ്കിന്നിലും മഞ്ഞ നിറം കാണും. അതിന് ജോണ്ടിസ് എന്ന് പറയും. പിന്നെ വിശപ്പ് കുറയും. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ദഹന പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പാൻക്രിയാസിനെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നത് നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യർക്ക് നേരത്തെ ഫിസിക്കൽ ചെക്കപ്പിന് പോകുവാനും ടെസ്റ്റുകൾ ഓർഡർ ചെയ്യാൻ ഡോക്ടേഴ്സിനോട് നമുക്ക് തന്നെ ആവശ്യപ്പെടുകയും ചെയ്യാം. ഇങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ വീഡിയോസ് നമ്മൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ. എന്തോ ആയാലും ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം മനുഷ്യരിലേക്ക് സ്പ്രെഡ് ചെയ്യുക, അതിനെക്കുറിച്ചുള്ള ലക്ഷണങ്ങൾ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ സീരീസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നേരത്തെ ഞാൻ 2 വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനകത്ത് 5 എപ്പിസോഡായിട്ടാണ് എടുത്തേക്കുന്നത്. ഇത് എപ്പിസോഡ് 1, അതായത് പാൻക്രിയാസ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, അതിന് പ്രോബ്ലംസ് ഉണ്ടാകുമ്പം എന്തൊക്കെ ലക്ഷണങ്ങളാണ് ശരീരത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണിത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ കമൻറ്റുകൾ ഇതിൽ എഴുതണം. അടുത്ത എപ്പിസോഡിൽ ഞാൻ വീണ്ടും ഇതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് വരാം. ഇത് വാർഗസ് അക്കാഡമി. ആദ്യ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. അവബോധം ജീവൻ രക്ഷിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലേണിംഗ്. ഡോക്ടർ JC Vargas.